नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत है. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്തൻ്റെ കാൽവിഭാജനാണ് പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് പറയാനുള്ളത് ഡോക്ടർ രാംകുമാർ വർമ്മയാവട്ടെ, ആചാര്യ രാമചന്ദ്ര ശുക്ലാവട്ടെ, മിശ്രബന്ധു ആവട്ടെ, അവരൊക്കെ ചെയ്തിട്ടുള്ളത് വിക്രമി സംവതിലാണ് സമയസീമ വെച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ ഗണപതി ചന്ദ്രഗുപ്ത എന്താക്കി, അത് ഈസ്വിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈസ്വിയിലാണ് ചെയ്തിട്ടുള്ളത്. डॉक्टर गणपति चंद्रगुप्त ने काल विभाजन विक्रमी संवत में न करके ईस्वी में किया है. കണ്ടോ, ഗണപതി ചന്ദ്രഗുപ്ത എന്താണ് ചെയ്തത്? കാൽ വിഭാജനം വിക്രമി സംവതിൽ ചെയ്യാതെ ഈസ്വിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാലത്തിൻ്റെ പേര് കൊടുത്തത് പ്രാരംഭിക്കാൽ. പ്രാരംഭിക്കാൽ എന്നാണ് ആദ്യകാലിന് ഗണപതി ചന്ദ്രഗുപ്ത പേര് നൽകിയത്. അതിൻ്റെ സമയം വരുന്നത് 1184 से 1350 तक है. 1184 മുതൽ 1350 വരെയാണ്. രണ്ടാമത്തെ കാലം മധ്യകാൽ. മധ്യകാൽ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അതിനെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്, പൂർവ്വമധ്യകാൽ, ഉത്തർമധ്യകാൽ. അപ്പോൾ പൂർവ്വമധ്യകാലിൻ്റെ സമയം വരുന്നത് 1350 से 1500 तक है കേട്ടോ. 1350 से 1500 तक है. 1350 മുതൽ 1500 വരെയാണ്. ഉത്തർമധ്യകാലിൻ്റെ സമയസീമ എന്ന് പറയുന്നത് 1500 से 1857 तक है. അല്ല ഈസ്വിയിലാണ് കേട്ടോ. മൂന്നാമത്തെ കാലം ആധുനിക് കാൽ. ആധുനിക് കാലത്തിൻ്റെ സമയസീമ 1857 से 1965 ईस्वी तक है. 1857 മുതൽ 1965 വരെയാണ് ആധുനിക് കാലിൻ്റെ സമയസീമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടും ഗണപതി ചന്ദ്രഗുപ്ത് 3 കാലമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. കാൽ വിഭാജനം ചെയ്തിട്ടുള്ളത് 3 കാലങ്ങളായിട്ടാണ്. പ്രാരംഭിക്കാൽ, മധ്യകാൽ, ആധുനിക് കാൽ. അതിൽ മധ്യകാലിൽ തന്നെ പൂർവ്വമധ്യകാലം, ഉത്തർമധ്യകാലം എന്നിങ്ങനെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കേണ്ടത് ഗണപതി ചന്ദ്രഗുപ്ത് 3 കാലങ്ങളായിട്ടാണ് കാൽ വിഭാജനം ചെയ്തിട്ടുള്ളത്. പ്രാരംഭിക്കാൽ, മധ്യകാൽ, ആധുനിക് കാൽ. അപ്പോൾ ഗണപതി ചന്ദ്രഗുപ്തൻ്റെ കാൽ വിഭാജനം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.